present over here, before we begin the program, let us remember our Lord. I invite our Vicar, Reverend Father Jason Joseph, for the introductory prayer. Kindly rise for the prayer. സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാം, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. പിതൃപുത്ര പരിശുദ്ധ റൂഹായാം ദൈവമേ, ഈ അനുഗ്രഹീത ദിവസം, ഈ അനുഗ്രഹീതമായ സമയത്ത് നിന്റെ സന്നിധിയിലായിരിക്കാൻ, പ്രത്യേകിച്ച് നാഥ ഈ ഇടവകയെ, ഈ ദേശത്ത് അവിടുന്ന് സാക്ഷ്യമുള്ള ദൈവിക നൽവരങ്ങളുടെ അനുഗ്രഹമായ ഒരു ഏടായി ഇവിടെ നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. 66 വർഷക്കാലം അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ദേശത്ത് വസിച്ചവരായ പ്രിയപ്പെട്ടവർ നിന്റെ സന്നിധിയിൽ നിന്ന് അപേക്ഷകളിലൂടെ, യാചനകളിലൂടെ നേടിയതായ അനുഗ്രഹങ്ങൾ ദൈവമേ, ഈ ഇടവകയ്ക്കും, ഈ ഇടവകയിലെ സ്ഥാപനത്തിനും, ഈ ഇടവകയിലെ പ്രിയപ്പെട്ടവരായ എല്ലാ ജനങ്ങൾക്കും അത് ഏറ്റവും അനുഗ്രഹമായി തീർന്ന ഈ നല്ല സുദിനത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു. ദൈവമായ കർത്താവേ, ആയുഷ്പര്യന്തം നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദീർഘായുസോടും സൗഖ്യത്തോടും സമാധാനത്തോടും സന്തോഷാനുഭവങ്ങളോടും കൂടെ കർത്താവേ, ഈ ആലയത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആപത്തുകളും അനർത്ഥങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കണമേ. ദുഃഖങ്ങളും ദുരിതങ്ങളും ദൈവമേ ഞങ്ങളോട് അടുക്കുവാൻ അവിടുന്ന് ഇടയാക്കരുതേ. കർത്താവേ, പൈശാചികമായ സകല ഉപദ്രവങ്ങളും കർത്താവേ അവിടുന്ന് ദൂരത്താക്കി തരണമേ. മാലാഖമാരുടെ സംരക്ഷണം, സ്ലീബായുടെ സംരക്ഷണം മുഖാന്തരം നോഹയുടെ പെട്ടകം പോലെ ദൈവമേ ഇതിനകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടവരായി ഈ ആലയത്തിന്റെ എല്ലാ സംരക്ഷണ അനുഭവങ്ങളിലൂടെയും ഞങ്ങളുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആലയം കർത്താവേ, അത് എത്ര മനോഹരമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പ്രകാരം, കുരുകളിൽ ഒരു വീടും ഇവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക് കൂടും കണ്ടെത്തുന്നു. കർത്താവേ, അവിടുത്തെ യാഗപീഠങ്ങളെ തന്നെ, ആ യാഗപീഠത്തോട് ചേർന്ന് ഞങ്ങളുടെ ബലികളെ, സ്തോത്രങ്ങളെ, കീർത്തനങ്ങളെ, യാഗങ്ങളെ ഒക്കെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നാളിന്നുവരെയും അനുവദിച്ചതിന്റെ കൃപയ്ക്കായിട്ട് ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, കൂട്ടായ്മയുടെ അനുഭവം, കൂടിവരവിന്റെ സന്തോഷം, പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്ന ഈ ഇടം ദൈവമേ ഏറ്റവും ശ്രേഷ്ഠമായി കാണുവാൻ, ശ്രേഷ്ഠമായി എണ്ണുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നു. മുന്നോട്ടും അവിടുന്ന് വഴി നടത്തണമേ. കർത്താവേ, എല്ലാ അനുഗ്രഹങ്ങളാലും നന്മകളാലും ഈ ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമേ. കർത്താവേ, കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഒരിക്കൽ കൂടി നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ കരുണയുടെ കണ്ണാൽ കടാക്ഷിക്കണമേ. മാനവും മഹത്വവും നിനക്ക് കരയേറ്റുവാൻ തക്കവണ്ണം കർത്താവേ, കുടിവരവ് അനുഗ്രഹത്തിനായിട്ട് തീരണമേ. തിരുനാമഹത്വത്തിനായിട്ട് ഭവിക്കണമേ. നീതിയുടെ പരിപാലനത്തിനായി അവിടുന്ന് വേർതിരിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവർ അബ്രഹാമിന് സ്വാഗതം യാക്കോബ് വസിക്കുന്ന ഭാഗ്യതര ഭവനങ്ങളിൽ ആശ്വാസം കണ്ടെത്തണമേ. ഞങ്ങളുടെ പുതിയ തലമുറ നിന്നെ കണ്ട് നിന്നുള്ള വിശ്വാസത്തിൽ, നിന്നോടുള്ള ഭക്തിയിൽ, നിന്നോടുള്ള ഭയത്തിൽ കർത്താവെ വളരുവാൻ തക്കവണ്ണം കൃപയിരണമേ. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറിയില്ല എന്ന് കർത്താവയോട് ഞങ്ങളോട് കൽപ്പിക്കുന്നത് നിന്നോടുള്ള ഭയഭക്തി, നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള എല്ലാ കൃതജ്ഞതയും ജീവിതത്തിൽ പുലർത്തുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങളെയും
പുതിയ തലമുറയെ കൊണ്ട് അനുഗ്രഹിക്കണമേ. സഭയുടെ വളർച്ചയെ അവിടുന്ന് കാക്കണമേ. സഭയുടെ നടത്തിപ്പിനെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കണമേ. കർത്താവേ, ഈ ദേശം അനുഗ്രഹിക്കപ്പെടണമേ. ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടണമേ. ഈ ദേശത്തും ഈ രാജ്യത്തും നിന്നുകൊണ്ട് നിന്റെ നന്മയെ കാണുവാൻ കർത്താവെ, നിന്നെ പുകഴ്ത്തുവാൻ ഇപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇന്ന് ഒന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. Light symbolizes the presence of Christ amongst us. As we light the lamp, let us remember the words of God from John chapter 8, verses 12. I am the light of the world. He who follows me shall not walk in darkness. I request our respected Achan, Vice Chairman, Secretary, Treasurer, and Joint Secretary of our church for the lighting of the lamp. It is with immense joy, gratitude to the God that we gather here to celebrate our parish day today. This occasion stands as a firm reminder of God's faithfulness, the unity of our parish, and the countless blessings showered upon us this year. As the Holy Bible reminds us in Psalms chapter 188, verses 24, "This is the day the Lord has made. Let us rejoice and be glad in it." On behalf of the entire parish, I extend a hearty welcome to one and all present here. Children are a precious gift from God and the hope of the church. Jesus himself said in Matthew chapter 19, verse 40, "Let the children come to me and do not forbid them." Let us encourage our young ones as they present a beautiful song. I request Sunday school students to come forward for the song. Marriage is a sacred bond, blessed by God. As Bible says, a cord of 3 strands is not quickly broken. We now joyfully welcome Mr. and Mrs. Binny AC, who has completed 25 years of their married life. I would request everyone to give them a huge round of applause.
our chief guest for today. I now invite Reverend Father Jason Joseph to address the gathering. ദൈവത്തിന്റെ ധനനാമത്തിൽപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഇടവദിനത്തോടനുബന്ധിച്ച് ഇടവയിൽ 25 വർഷം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി നമ്മൾ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ട ബെന്നി ഫാമിലി ഇവിടെ സന്നിഹിതരാണ്. നിങ്ങളെല്ലാവർക്കും പാരീഷ് ഡേയുടെ ആശംസകൾ കൃത്യമായിട്ട് അറിയിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ എഫേർട്ട്, അവരുടെ ഭാഗത്തു നിന്ന് വേണ്ടുന്ന എഫേർട്ട് ഈ സഭയ്ക്ക് ആവശ്യമാണ്. ഈ സഭയ്ക്ക് ആ ഇന്ധനം, അവർക്ക് കൊടുക്കുന്ന ഇന്ധനം, ആ ഇന്ധനത്തിൽ നിന്ന് അവർ ഈ സഭയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകാൻ തക്കവണ്ണം ഇടയാകുന്നു. അത് ഈ ലക്നൗ പാരീഷ് മാത്രമല്ല, നമുക്കറിയാം
ഇവിടെ വളർന്ന കുഞ്ഞുങ്ങൾ ആരും തന്നെ ഇവിടെ ഇല്ല. ഇവിടെ നിങ്ങൾ വളർത്തിയ, ഇവിടെ നിന്ന് ആത്മീയ പ്രചോദനം ഉൾക്കൊണ്ട കുഞ്ഞുങ്ങൾ ആരും തന്നെ ഇന്ന് ഇവിടെ ഇല്ല. അവർ പക്ഷേ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് ഇന്ന് സഭയിൽ പലതരത്തിൽ പല വിധത്തിൽ അവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സമൂഹത്തിൽ അവർ നല്ല അന്തസ്സുള്ള വ്യക്തിത്വങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളും ഇവിടെ തന്നെ ജീവിക്കാൻ തക്കവണ്ണമായിരിക്കത്തില്ല. ഇപ്പൊ UPO അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ലോകം നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് വന്നിരിക്കുക. ലോകം കൈക്കുമ്പിളിലായതുകൊണ്ട് എവിടേക്ക്, ലോകത്തിന്റെ ഏത് സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ അറിവുകൾ പ്രയോജനപ്പെടുത്താം, നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ H1B വിസ ഇന്ത്യക്കാരുടെ കട്ട് ചെയ്തിരിക്കുക അമേരിക്കയിൽ. നമ്മുടെ ഒരു പഴയ തലമുറ ഏറ്റവും കൂടുതൽ പോയി സമ്പത്തുണ്ടാക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് അമേരിക്ക, US. അതിന് ശേഷം മാത്രമേ ഉള്ളൂ മറ്റേതൊരു രാജ്യവും മറ്റേതൊരു സ്ഥലവും. നമ്മളിപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചു. അതിനെയൊക്കെ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയെക്കാൾ വലിയ ശക്തിയായി ഇന്ത്യ മാറിയെന്ന് നമുക്ക് തോന്നുന്നില്ലയോ? നമ്മൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയകളോ ഒക്കെ ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയെക്കാൾ വൻ ശക്തിയായി തീർന്നു, ജപ്പാനേക്കാൾ വൻ ശക്തിയായി തീർന്നു എന്ന് ഓൾറെഡി അഡ്വർടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ $1 ഇപ്പൊ കിട്ടണമെങ്കിൽ 92 രൂപ കൊടുക്കണമെന്നുള്ളൊരു സാഹചര്യമാണ്. അത്രമേൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. $1 60 രൂപ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പൊ അത് 92 എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാരെ സഹായിക്കുന്നു, ആരാണ് നേടുന്നത്, ആരാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ളത് ഇനിയും വരും തലമുറയാണ് അതിന്റെ ഭീകരത അനുഭവിക്കാൻ പോകുന്നത്. യൂറോപ്പിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ സാഹചര്യങ്ങൾ നിങ്ങളൊക്കെ ഇപ്പൊ പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കോ ഒന്നുമല്ല നിങ്ങളാരും നിങ്ങളുടെ ചിന്തകൾ, മറിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബ്രിട്ടനാണ് ഇപ്പോൾ ആളോഹരി കടത്തിൽ ഏറ്റവും വലിയ കടബാധ്യതയുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അവിടുത്തെ ജനങ്ങൾ, ബ്രിട്ടീഷ് ഈ തലമുറ വലിയ കടക്കണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെയും സ്ഥിതി മറിച്ചല്ല. വലിയ കടങ്ങൾ ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ മേൽ ഭാരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ദേശീയവാദം രൂപപ്പെടുകയും മറ്റുള്ളവരെ അടിച്ചോടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മറ്റു സ്ഥലങ്ങളിൽ രൂപപ്പെടും. ക്രിസ്ത്യാനികൾ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ, കലാപങ്ങൾ ഉണ്ടായപ്പോൾ, യേശു സമാധാനത്തിന്റെ ദൂതനായിരുന്നു നിങ്ങൾക്കറിയാം. പക്ഷെ ആ സമാധാനത്തിന്റെ ദൂതല്ല ലോകരാജ്യങ്ങൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നു. അഭയാർത്ഥികളൊക്കെ ചെന്നപ്പോഴൊക്കെ സ്വീകരിച്ച സ്ഥലങ്ങളാണ് ക്രിസ്ത്യൻ രാജ്യങ്ങൾ. പക്ഷെ ഇനിയും അടുത്ത തലമുറയിൽ അവർക്കവിടെ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെ ചവിട്ടിപ്പുറത്താക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ലോക വ്യവസ്ഥിതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം വലിയ പ്രയാസവും പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ തക്കവണ്ണം സാധ്യമല്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഇടയാകുന്നത്. ഇതൊക്കെ സഭയ്ക്ക് പുതിയ 2 ഭദ്രാസനങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ഏഷ്യ പസഫിക്, ഓസ്ട്രേലിയ, മലേഷ്യ, അതെല്ലാം കൂടെ ചേർത്ത് ഏഷ്യ പസഫിക് ഭദ്രാസനവും അതേപോലെ കാനഡ ഭദ്രാസനവും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാനഡയിലുണ്ട്. അപ്പോൾ കാനഡ ഭദ്രാസനം രൂപപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഡൽഹി ഭദ്രാസനത്തിലെ ഒരു പള്ളി എടുത്ത് ചെന്നൈ ഭദ്രാസനത്തിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ഇനി ഡൽഹി ഭദ്രാസനത്തിൽ ഒന്നും ആയിരിക്കത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സഭ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അവസ്ഥയിൽ ജനസംഖ്യ അനുപാതത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സഭ പലയിടങ്ങളിലേക്ക്, പല തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അംഗസംഖ്യ കൊണ്ട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജീവവായു പോലെ ഈ സഭയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് ഇതിലെ വ്യക്തികളാണ്, ഇതിലെ കുടുംബങ്ങളാണ്, ഇതിലെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ചെറിയ ഒരു ഇടവകയാണെങ്കിലും ഡൽഹി ഭദ്രാസനത്തിലെ ഏറ്റവും നല്ല ഒരു ഇടവക എന്നുള്ള നിലയിൽ അഭിമാനത്തോടു കൂടിയാണ്
ഈ കാലങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത്. ലക്നൗ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഞാൻ ഹൗസ്കാസ് ദേവാലയത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടുത്തെ അംഗങ്ങളുടെ വലിപ്പം, അംഗസംഖ്യയുടെ വലിപ്പം ഒന്നും ഇല്ല എങ്കിലും എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയുവാൻ തക്കവണ്ണം സാധിക്കും, സഭയിൽ അംഗങ്ങളുടെ ബാഹുല്യമല്ല, മറിച്ച് ആത്മീയത കാത്തു സൂക്ഷിക്കുന്ന അംഗങ്ങളുടെ ബാഹുല്യമാണ് പ്രധാനം. അത് ഏറ്റവും ചെറിയ അനുഭവത്തിൽ നിന്നാണ് സഭയിൽ വളർന്നു വന്നത്. നമുക്കറിയാം, പെന്തക്കോസ്തി ഞായറാഴ്ച ശിഷ്യന്മാരുടെ പ്രസംഗം കേട്ട് അനേകർ ക്രിസ്തുവിന്റെ വചനത്തിൽ ആകൃഷ്ടരായി ക്രിസ്തുവിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവർ ദിനം പ്രതി ഒന്നിച്ചു കൂടുകയും അപ്പം മുറിക്കുകയും അവർ സ്നേഹത്തോടെ ഒരുമിച്ചായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ദേവാലയങ്ങൾ പലതിലെയും സാഹചര്യം സ്നേഹാന്തരീക്ഷമല്ല, സ്നേഹത്തിന്റെ അന്തരീക്ഷമല്ല. അതുകൊണ്ട് സ്നേഹാന്തരീക്ഷമല്ലാത്ത അവിടങ്ങളിൽ നമുക്ക് പലതരത്തിലുള്ള നിയമങ്ങൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ലോകത്തിൽ, നിയമത്തിന് വിപരീതമായി ചിന്തിക്കുന്ന ഒരു ലോകത്തിൽ, നിയമത്തിനപ്പുറമായി പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതും ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ എത്ര തന്നെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാമെന്ന് കൊണ്ടും ശ്രമിച്ചാലും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിങ്ങളാരും പോയിട്ട് ഉണ്ടായിരിക്കില്ല, യൂറോപ്പിലെ ഓരോ ലിഫ്റ്റിലും എഴുതി വെച്ചിട്ടുണ്ട്, ലിഫ്റ്റിൽ നമ്മൾ കയറി പോകുന്ന ലിഫ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ മൂത്രമൊഴിക്കരുത്. ഈ റിബല്യൻ നേച്ചർ, അല്ലെങ്കിൽ ഈ ഒരു എതിരിടാനുള്ള ഒരു നേച്ചർ മനുഷ്യരിൽ ഏറ്റവും കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. എനിക്കൊന്ന് പഴയ തലമുറയെക്കാളും ഇന്ന് എതിര് പറയുവാനും എതിരിടുവാനും തക്കവണ്ണം വലിയ അംഗങ്ങൾ കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ സുവിശേഷം പറയുമ്പോൾ സുവിശേഷത്തിന് വിപരീതമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം, ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ നിയമം എത്ര പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാലും ആ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും, ആ നിയമത്തിനപ്പുറമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതുകൊണ്ട് നിയമമല്ല, ബലാത്കാരേണയല്ല, മറിച്ച് സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ായി നമ്മൾ ജീവിക്കുമ്പോൾ, പരസ്പര കരുതലോടുകൂടി ഒരു ഇടവക മുന്നോട്ട് പോകുമ്പോൾ, ആ ഇടവകയ്ക്ക് ഒരുമിച്ചിരുന്ന് അതിന്റെ ഒരു ഇടവക ദിനം ആചരിക്കുവാൻ തക്കവണ്ണം കിട്ടുന്ന ഒരു സാഹചര്യമാണ്, നല്ലൊരു അന്തരീക്ഷമാണിത്. ഇവിടെ അങ്ങനെ പരസ്പര സ്നേഹത്തിലും വളരെ കരുതലിലും ഒക്കെ മുന്നോട്ട് പോകുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങളെ കുറിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഈ സമയം സ്മരിക്കുകയാണ്. ചെറിയൊരു ഇടവകയാണെങ്കിലും നല്ല വലിയൊരു സ്ഥാപനം ഇവിടെ വിദ്യാ വെളിച്ചമായി നിലനിർത്തുവാൻ തക്കവണ്ണം അക്ഷീണമായ പരിശ്രമം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി മുന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം സന്തോഷമുണ്ട്. ഇവിടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ആ വലിയ നിങ്ങളുടെ സ്നേഹത്തെയും നിങ്ങളുടെ കരുതലിനെയും നിങ്ങളുടെ ഇടവകയോടുള്ള സ്നേഹത്തെയും പ്രതി ഈ ഇടവദിനം ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ. ഈ കൂടിവരവ് കൂട്ടായ്മ ഏറ്റവും ശ്രേഷ്ഠമായി തീരട്ടെ. ഒരുമിച്ച് അപ്പം മുറിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന, യാഗമർപ്പിക്കുന്ന, ദൈവത്തിന് ആരാധനയിലൂടെ ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെ മനസ്സുകളെ പകരുന്ന അനുഭവങ്ങളായി നമ്മുടെ ഈ ദേവാലയവുമായിട്ടുള്ള ബന്ധം വളരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. മുന്നോട്ടും ഏറ്റവും അനുഗ്രഹമായി നിങ്ങളെല്ലാവരെയും തിരുവനന്തപുരം നടത്തട്ടെ. നിങ്ങൾ നാൾക്കുനാൾ ഈ ഇടവകയിലെ കൂട്ടായ്മയിലൂടെ ശക്തിയും ബലവും ഏറ്റവും അനുഗ്രഹങ്ങളും പ്രാപിച്ച് നല്ല അനുഭവത്തിലേക്ക് നമ്മുടെ തലമുറകൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മധ്യയായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിവാഹ ജീവിതത്തിന്റെ 25 വർഷത്തെ എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് പ്രത്യേകമായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, Arjun, for such with words of wisdom. Music is a form of prayer that reaches the heart. Let us enjoy a melodious song by Gabriela and Rafaela and Thomas. Kindly welcome them with a huge round of applause. എന്നെ നടത്തും ആ
Sarah and Sherwin for a mesmerizing song. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. But for the showers we plead. That was indeed a wonderful song by both of them. Now, I invite Mr. Tom C. Thomas, Secretary of the Church, to present the annual report. Secretary of St. George, to present the annual report. ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛൻ, സന്നിധരായിരിക്കുന്ന ഏവരുമേ, ലക്നൗ മാർ ഗ്രിഗോറിയോസ് ഇടവകയുടെ സെന്റ് ജോർജ് പ്രയർ ഗ്രൂപ്പിന്റെ 2025-26 ആനുവൽ റിപ്പോർട്ട്. കുടുംബാംഗങ്ങളുടെ സമർപ്പണത്തിനും നവീകരണത്തിനും വേണ്ടി PGI LDA കാൺപൂർ റോഡ്, സേനാനി വിഹാർ, ലാമാഡിയർ, എൽഡിക്കോ, വൃന്ദാവൻ കോളനി എന്നീ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെന്റ് ജോർജ് പ്രയർ ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നു. റെഗുലർ പ്രയർ മീറ്റിംഗ് എല്ലാ മാസവും 2ഉം 4ഉം ഞായറാഴ്ചകളിൽ വൈകിട്ട് 6:30 മണിയോടെ ബഹുമാനപ്പെട്ട അച്ഛന്റെ അധ്യക്ഷതയിൽ മുൻ നിശ്ചയിക്കപ്പെട്ട ഭവനത്തിൽ പ്രാർത്ഥനയോഗം നടത്തിവരുന്നു. പാട്ട്, വേദവായന, സന്ധ്യ നമസ്കാരം, പ്രസംഗം, സമർപ്പണ പ്രാർത്ഥന എന്നിവ നടത്തിവരുന്നു. ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാൾ 4/5/2025 കൊണ്ടാടിയതിന് അനുബന്ധിച്ച് പ്രയർ ഗ്രൂപ്പിന്റെ വകയായി നേർച്ച വിളമ്പ് നടത്തി. ഫെയർവെൽ മിസ്റ്റർ ജോൺ ടി തോമസ് ആൻഡ് ഫാമിലിയുടെ ഫെയർവെൽ നടത്തുകയുണ്ടായി. ജോൺ ടി തോമസ് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിന്റെ ദീർഘകാല പ്രയർ സെക്രട്ടറി കൂടെ ആയിരുന്നു. അന്ന് സെന്റ് ജോർജ് പ്രയർ ഗ്രൂപ്പിന്റെ വകയായി ഗിഫ്റ്റ് കൊടുത്ത് അനുമോദിച്ചു. താങ്ക്സ് ഗിവിംഗ് ബഹുമാനപ്പെട്ട വികാരിച്ചനോടും എല്ലാ സഹകരണങ്ങൾ നൽകിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും പ്രാർത്ഥനായോഗത്തിലെ എല്ലാ മെമ്പേഴ്സിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇടവകയുടെ കാൽപിതാവായ പരമമാർ ഗ്രിഗോറിയോസിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ബഹുജന സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. Total collection, opening balance as on 9/3/2025 4,992. Regular prayer meeting collection 6,380. St. George Perennial offering 8,765. Total collection 20,137. Expenses: St. George Perennial expenses 7,680. Farewell of Mr. John D. Thomas, gift 2,000 rupees. Total expense 9,680. Total balance as of now 10,457. Dance is an expression of joy and thanksgiving. Please welcome Afomia for a dance performance. God is so great, so strong and so mighty, there's nothing my God cannot do. My God is so great, so strong and so mighty, there's nothing my God cannot do. The mountains are His, the rivers are His, the skies are His handiwork too. My God is so great, so strong and so mighty, there's nothing my God cannot do for you. My God is so great,
of grace and devotion of Phobia. Actions speak louder, especially when they carry a message of faith. Here comes an action song by Hannah Sam Johnson. I would invite Mr. Anu Yohanan, Secretary to present the annual report. St. Mary's Prayer Group വാർഷിക റിപ്പോർട്ട് 2025-26. പ്രിയക ദൈവത്തിന് സ്തുതി. ലക്നൗ മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന സെന്റ് മേരീസ് പ്രയർ ഗ്രൂപ്പിന്റെ 2025-26 വാർഷിക റിപ്പോർട്ട്. സെന്റ് മേരീസ് പ്രാർത്ഥനായോഗത്തിന്റെ സാധാരണ യോഗങ്ങൾ മുൻ നിശ്ചയിച്ച പ്രകാരം മാസത്തിലെ 1ഉം 3ഉം ഞായറാഴ്ചകളിൽ വൈകിട്ട് 6:30 PM ആരംഭിച്ച് 8:30 PM അവസാനിക്കുന്ന രീതിയിൽ നടത്തിവരുന്നു.
യോഗ നടപടികളായ പാട്ട്, വേദവായന, പ്രാർത്ഥന എന്നിവയെ തുടർന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ യശോചിതമായ വേദഭാഗങ്ങളെ ആസ്പദമാക്കി സംസാരിക്കുകയും ശേഷം റിപ്പോർട്ട് വായന, സ്തോത്രകാഴ്ച എന്നിവയ്ക്ക് ശേഷം സന്ധ്യാപ്രാർത്ഥനയോടുകൂടി യോഗം അവസാനിക്കുകയും ചെയ്യുന്നു. വളരെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ അംഗങ്ങളും കൃത്യസമയത്ത് തന്നെ യോഗത്തിൽ വന്നുചേരുന്നു എന്നത് സന്തോഷകരമായ വസ്തുതയാണ്. ഈ പ്രാർത്ഥനായോഗത്തിന് 15ഓളം കുടുംബങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു വരുന്നു. നടപ്പു വർഷം 10ഓളം യോഗങ്ങൾ മുൻ നിശ്ചയിച്ച പ്രകാരം ഭവനങ്ങളിൽ വെച്ചും പള്ളിയിൽ വെച്ചും വളരെ അനുഗ്രഹീതമായി നടത്തപ്പെട്ടു വരുന്നു. ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും തീരുമാനങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് അംഗങ്ങൾ സജീവ പങ്കാളിത്തം വഹിക്കുന്നു എന്നത് പ്രത്യേകമായി അനുസ്മരിക്കുന്നു. ഒപ്പം സെന്റ് തോമസ് മിഷൻ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അതിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഈ പ്രാർത്ഥനാ അംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. OYCMന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ആനുവൽ കോൺഫറൻസ് ഈ ഇടവകയിൽ വെച്ച് ഒക്ടോബർ 18-19 തീയതികൾ വളരെ അനുഗ്രഹീതമായി നടത്തപ്പെടുകയുണ്ടായി. അതിൽ ഈ പ്രധാന യോഗത്തിലെ എല്ലാ അംഗങ്ങളും സംബന്ധിക്കുകയും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്തു. അവരോടുള്ള നന്ദി കൃതജ്ഞതയും അറിയിക്കുന്നു. സ്തോത്രകാഴ്ച സംഭാവന. പ്രാർത്ഥനായോഗത്തിന്റെ പ്രധാന വരുമാനം സ്തോത്രകാഴ്ചകളും സംഭാവനകളുമാണ്. അടുത്ത സാമ്പത്തിക വർഷം നമുക്ക് സ്തോത്രകാഴ്ച ഇനത്തിൽ 5117 രൂപ ലഭിക്കുകയുണ്ടായി. കൂടാതെ സംഭാവനയായി 4000 രൂപയും ലഭിച്ചു. മുൻ നീക്കിയിരിപ്പ് 4670 രൂപ, സ്തോത്രകാഴ്ച 5117 രൂപ, സംഭാവന 4000 രൂപ, ആകെ 13787 രൂപ. സമാപനം. ഇത്രത്തോളം ഈ പ്രാർത്ഥനാവത്തെ കാത്തു പരിപാലിച്ച സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും പരിശുദ്ധ കന്യമർദ്ദം അമ്മയുടെയും ഇന്ത്യയുടെ കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പരിശുദ്ധനായ പരിമലന്മാർ ഗ്രിഗോറിയോസിന്റെയും മട്ടുശേലന്മാർ ദിവനാസോസിന്റെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും പരിശുദ്ധ കാതോലിക്ക ബാവയോടും പരിശുദ്ധ സുന്നോദോസ് അംഗങ്ങളായ എല്ലാ മെത്രാപ്പോലിത്തരും ഇടവ മെത്രാപ്പോലിത്തയായ മാർ ദിമത്രിയോസ് തിരുമേനിയോടുമുള്ള ഭക്തിയും പൂർവ്വം പ്രഖ്യാപിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു എന്ന് സെക്രട്ടറി അനുയോഹനൻ. Thank you, Uncle, for presenting the annual report. Singing is a joyful offering unto the God. കരയുമ്പോൾ പോകാനൊരിടമുണ്ട്, ഞാൻ തളരുമ്പോൾ താങ്ങാനൊരു കരമുണ്ട്. കഥനങ്ങളിൽ എൻ സഹനങ്ങളിൽ കരുതുന്ന സ്നേഹപിതാവാണ് അവനൻ. കോട്ടയും സംഗീതവും അവനൻ, ജീവന്റെ സംഗീതവും അവനൻ, ആശയും പ്രത്യാശയും അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണ്. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാൽ. ഒരു നാളും എന്നെ പിരിയില്ല എന്നവൻ വാഗ്ദത്തം തന്നതിനാൽ. തളരേണ്ടതില്ല, ഞാൻ പതരേണ്ടതില്ല, കരുതുന്ന സ്നേഹപിതാവാണവൻ. തളരേണ്ടതില്ല, ഞാൻ പതരേണ്ടതില്ല, കരുതുന്ന സ്നേഹപിതാവാണവൻ. അവനൻ കോട്ടയും സംഗീതവും അവനൻ, ജീവന്റെ സംഗീതവും അവനൻ, ആശയും പ്രത്യാശയും അവനിൽ ഞാൻ ദിനം ചാരിടുന്നു. കരുതുന്ന സ്നേഹപിതാവാണവൻ. മധുരാന്തമാകും വചനങ്ങളൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. മധുരാന്തമാകും വചനങ്ങളൻ കഥനങ്ങൾ മായ്ക്കുന്നവൻ. കുരിശോളം എന്നെ തന്നെഞ്ചോട് ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. കുരിശോളം എന്നെ തന്നെഞ്ചോട് ചേർക്കും. കരുതുന്ന സ്നേഹപിതാവാണവൻ. Thank you, Kezia, for this mesmerizing performance. Now it's time to honor our couple, Mr. and Mrs. Benny Lacey. For that, I would like to request our father, Reverend Father Jason Joseph, to come forward and felicitate the guest with memento and shot. Kindly welcome them with a round of applause.
Before we continue with the cultural event, I would request Mr. and Mrs. Benny AC to come forward and share some experiences and anecdotes from the 25 years of journey. We would love to hear from you some words. There's nothing much to share, but I will take this opportunity to thank God for blessing us with 25 years of togetherness, and I hope that He continues to bless us more years of togetherness. We have had a share of fights, love. I hope we continue this journey, and I would like to thank our parish priest for giving us this opportunity to be a part of the Parish Day celebration and celebrate this 25 years with you all. Thank you. It was lovely to hear these words. Children glorying God through their talents is always a delight. Now, please welcome Swara Elsa Thomas for a performance. Performance. I invite Mr. Subin Thomas, Headmaster of Sunday School, to present the annual report. Good afternoon, everyone. As Proverbs 22:6 says, train up a child in the way he should go. Even when he is old, he will not depart from it. The Holy Bible teaches us the value of children in God's kingdom. Sunday School serves as a foundation where young hearts are shaped with faith, discipline, and love. Through prayer, learning, and fellowship, children are guided to walk in the light of Christ. Amidst regular studies, spiritual learning needs to be imparted in our growing leads, which are the future of our church. So, first of all, before presenting my annual report, I will ask and pray for the guidance of the Holy Spirit. Our new academic session started from the 19th of January 2025, providing books to the students of different classes along with the annual circular, syllabus, and cultural event scheduled to all the teachers. We tried to incorporate spiritual studies along with various events, which will enhance the spiritual growth of a child. Classes were subdivided as Class 1, which was taught by Miss Hannah Jess, Class 2 and Class 4, taught by Miss Sean M. Sherry, Class 3 taught by Mrs. Grishma Suresh, Class 5 taught by Mrs. Shiva Sati Shambul, Class 7 and 9th taught by Mr. Subin Thomas, that's me, Class 8 taught by Mrs. Shiny Human, and Class 11 taught by Akochama. This academic session, our teachers worked hard, along with parents, to nurture our children to participate in cultural competition, unit level as well as diocesan level, and we are proud
to tell you that Ms. Sean M. Sherry won accolades for a wonderful performance at diocese competition. I can ask you to please give her a round of applause. She is absent but still in her presence is here. It was not only Sean M. Sherry, but it was our Sunday school students who represented our church in the diocesan level and participated very well at Delhi. At this moment, I would thank our teachers, that is our Kochama, Shiny and Shiva and who accompanied the students to Delhi and motivated them, guided them to excel. Along with the cultural events, we conducted our 2 examinations, that is half-yearly and annual examination, on the scheduled dates provided by OKR. With the end of the session, it was decided to conduct regular Sunday school classes on the upcoming session 2026 with full valor and determination. The new academic session is supposed to start from the 8th of February 2026. In all our workings and our movements, our Vigar, Reverend Father Jason Joseph Achal, enlightened us, motivated us, and gave the students all the need which they wanted to progress in their spiritual growth. Our teachers were the backbone and a link between students and the Word of God. Hope we continue with this wonderful and spiritual task with determination. By the grace of Almighty and the Spirit's high, we wish our Sunday school students to win more laurels and achieve all they wish under the blessing of one Almighty, the one Trine God. Amen. So I end up my speech here. Thank you. Thank you. Teachers play a vital role in shaping both knowledge and faith. Let us enjoy a song presented by our Sunday school teachers.
നിൻകാലം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിൻകാലം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. Thank you, teachers, presenting such wonderful song. Now, I would like to invite Mrs. Mercy Jacob to present the annual report from Marthamari Samajam. ലക്നൗ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന പരിശുദ്ധ മാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ മർത്തമറിയ സമാജത്തിന്റെ 2025-26 ആനുവൽ റിപ്പോർട്ട്. പ്രസ്തുത സമാജത്തിലെ 2025-26 ഭാരവാഹികളെ 2025 മെയ് മാസം 18-ാം തീയതി നടന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ജെയ്സൺ ജോസഫ് അച്ഛന്റെ അധ്യക്ഷതയിൽ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. സെക്രട്ടറി മിസ്സിസ് ജിജി മാത്യു, ജോയിന്റ് സെക്രട്ടറി മിസ്സിസ് മെർസി ജേക്കബ്, ട്രഷറർ മിസ്സിസ് ജിനു കെ ഈശോ എന്നിവരെ തിരഞ്ഞെടുത്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിൽ വെച്ച് സമാജാംഗങ്ങൾ ഒരുമിച്ച് കൂടുകയും പാട്ട്, വേദപുസ്തക വായന, പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ ബൈബിൾ ക്ലാസ് എടുക്കുകയും അതിനുശേഷം പാട്ടുപാടി കാണിക്കയെടുത്ത് യോഗം പര്യവസാനിപ്പിക്കുകയും ചെയ്യുന്നു. 50 നോമ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന ധ്യാനയോഗം മാർച്ച് മാസം 4-ാം തീയതി പള്ളിയിൽ വച്ച് നടത്തുകയുണ്ടായി. മാർച്ച് മാസം ഡൽഹിയിൽ വച്ച് നടന്ന വൺ ഡേ കോൺഫറൻസിൽ നമ്മുടെ സമാജത്തിൽ നിന്ന് 5 അംഗങ്ങൾ പങ്കെടുത്തു. ഡൽഹി മർത്തമറിയ സമാജത്തിന്റെ വകയായി സംഘടിപ്പിക്കപ്പെട്ട വിവാഹ ധനസഹായ കൂപ്പൺ കളക്ഷനിലേക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് 15,000 rupees കളക്ട് ചെയ്ത് കൊടുക്കപ്പെടുകയുണ്ടായി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓപ്പണിംഗ് ബാലൻസ് as on March 2025, 7,580. വിവാഹ ധനസഹായ കൂപ്പൺ കളക്ഷൻ 15,000. ഉപവാസ പിരിവ് 3,200. സബ്സ്ക്രിപ്ഷൻ 2,640. ഡൊണേഷൻ 2,520. ഒഫൻഡറി 1,820. ടോട്ടൽ ഇൻകം 32,760. എക്സ്പെൻസസ് വിവാഹ ധനസഹായ കൂപ്പൺ amount given to Delhi 15,000. ഉപവാസ പിരിവ് given to Delhi 3,200. പെരുന്നാൾ ലേലം എക്സ്പെൻസസ് 1,700. ഫെയർവെൽ എക്സ്പെൻസസ് 2,000. ടോട്ടൽ എക്സ്പെൻസസ് 11,900. ബാലൻസ് 10,860. പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയോടും അതിന്റെ പരമാധ്യക്ഷനായ പരിശുദ്ധ മോറേൻ മാർ ബസേലിയോസ് മർത്തോമ മാത്യൂസ് ദിദിയൻ തിരുമേനിയോടും നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ യോഹന്നാൻ മാർ ടിമത്രിയോസ് തിരുമേനിയോടുമുള്ള ഭക്തിയും സ്നേഹവും ഇതോടുകൂടി അർപ്പിക്കുന്നു. സമാജത്തിനു വേണ്ട എല്ലാ സപ്പോർട്ടും കൈത്താങ്ങുമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട വികാരി ജെയ്സൺ ജോസഫ് അച്ഛനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ സമാജത്തിന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും സഹായമായി നിൽക്കുന്ന വൈസ് ചെയർമാൻ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രസ്റ്റി, മറ്റ് മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. പ്രസ്ഥാനത്തിന്റെ കാവലും കോട്ടയുമായ പരിശുദ്ധ മർത്തമറിയാമിനോടും മറ്റെല്ലാ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിച്ചുകൊള്ളുന്നു. Music is a gift from God meant to glorify Him. Here comes a solo song by Hannah Sam Johnson. सारी दुनिया को तूने संवारा, सुखी मिट्टी को तूने जिलाया. सारी दुनिया को तूने संवारा, सुखी मिट्टी को तूने जिलाया. राजा और प्रजा को चलाने वाला, वर्षा और आंधी को बनाने वाला. राजा और प्रजा को चलाने वाला, वर्षा और आंधी को बनाने वाला. तू है शिल्पी,
तू है शिल्पी मेरा शिल्पकार, यीशु तेरे होवे जय जयकार। तू है शिल्पी मेरा शिल्पकार, यीशु तेरे होवे जय जयकार। जय जयकार जय जयकार, यीशु तेरे होवे जय जयकार। जय जयकार जय जयकार, यीशु तेरे होवे जय जयकार। इंसानों में अफल इंसान बना, पापों को अपने से दूर रखा। हालेलुया 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 हालेलुया। इंसानों में अफल इंसान बना, पापों को अपने से दूर रखा। पापी को अपना तूने बनाया, उद्धार के राहों में तूने चिराया। Thank you. The service of women in church is valuable. Please welcome Marthamariam Samajam for their song. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, ഞാനവന്റെ മുൻപിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, എന്റെ യേശുവല്ലാതാരുമില്ലല്ലോ. എന്നെ കരുതുന്നവൻ, എന്നെ കാക്കുന്നവൻ, എന്റെ യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, അല്പനേരത്തേക്ക് അവൻ എന്നെ മറന്നാൽ, കോപത്തോടെ തന്റെ മുഖം തിരിച്ചാൽ, മനം തിരിഞ്ഞു മടങ്ങി വന്നാൽ, അരികിൽ വന്നാശ്വാസം പകരുമവൻ. മനം തിരിഞ്ഞു
ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ, ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. Thank you for this melodious song. Now, I request Mr. Subin Thomas to announce the rank holders for Sunday School and cultural events, and Reverend Father Jason Joseph to felicitate the awardees. It gives me immense pleasure to invite Reverend Father Jason Achan to felicitate our rank holders as well as our cultural event awardees, along with the other award winners. We continue with the first category, that is annual examination prize. To class 1, we have Sherwin Thompson securing the first position. I request Sherwin to come forward. We have Swara Elsa Thomas. We get a consolation prize. For class 2nd, first is Jordan Jason. Second, Sarah Thompson. Then we have consolation for Afomia and Ruben. Ruben is absent. Moving on to class 3, first position goes to Gabriela and Thomas. And we have Brigida Elia Benny and Bernard Joe Benny for the consolation prizes. Bernard is here. Brigida is also here. For class 4, we have Kesia Anna Anu securing the first position. We have only one child in class 4. Moving on to class 5th, we have Johanan Jason securing the first position and Hannah Sam Johnson securing the second position. And Mabel Susan Cherian and Jessica Joan Oligal securing the consolation prizes. Class 7, securing the first position, we have Jonathan Jason and the consolation prize to Lynette Joseph, absent. Class 8, securing the first position, we have Jennifer Anna Joji securing the first position. Second, we have Georgie Saji Shambul. And Juan for the consolation prize. Class 9th, Leo is absent. Class 11th, we have Shamil Matthew Monson securing the first position. We have one child in senior secondary category. Shamil securing the first position. Now moving on with the offertory box collection for the session 2024-2025. We have first Biju Thomas Sangal from BGI. Absent. Okay, and second we have Dr. Shiva Saji Shambul
for the Offering Box collection. Moving on with the cultural competition results, we had this event which was carried out at the unit level as well as the diocesan level at Delhi. We are considering the unit level results. Sub-juniors, we have action song. The first position secured by Jordan Jason and second position secured by Afomia. And the consolation prize to Swara Elsa Thomas. For action song, Swara Elsa Thomas. Again, sub-junior category for coloring, we have Swara Elsa Thomas securing the first position. Swara. Too many prizes like this. Second, we have Afomia securing the second position for coloring. And Jordan Jason with the consolation prize. Moving on to the next category, that is juniors. For the drawing competition, we have first Gabriela and Thomas, followed by second position secured by Bernard Giovanni. Bernard Giovanni, second position. And Kesia Anna Anu and Brigida Aelia Benny for the consolation prize. Kesia and Brigida for the consolation prize. Then group song, again junior category, Johan Jason, Gabriela and Thomas, and Kesia and Anna Enu. For the group song, we have the first position secured by this group of Johan, Gabriela and Kesia. Please give a round of applause. Again, for the next Bible storytelling, we have again Johanna Jason securing the first position, Gabriela Anna Thomas securing the second position, and Sarah Thompson securing the consolation prize. Moving on with the intermediate group song. Again, securing the first position, we have Jonathan Jason, Hannah Sam Johnson, and Mabel Susan Cherian, being the only group representing in the unit level as well as the diocesan level. Please give a huge round of applause to them. Then we have Bible verse writing. We have Jonathan Jason considering the consolation prize. Jonathan Jason. For the elocution category, we have first Jonathan Jason securing again the first position, and Mabel Susan Cherian securing the second position. Moving on to the senior category, we have elocution. First is Jennifer Anna Joji for elocution. As well as for the essay writing, we have Jennifer Anna Joji securing the first position. One more, essay writing. As well as elocution, we have first position secured by Jennifer Anna Joji. And essay writing second, we have Georgie Saji Shabul securing the second position. Secondary category, we have elocution. The first position secured by Sean M. Sherry. I request either uncle or I need to come forward to collect the prize. Elocution, Sean Mariam Sherry securing the first position. And second, Merlin Susan Sherry. Solo song. Again, first position by Sean Mariam Sherry, the first position, and second, Merlin S. Cherian.
Solo song. First, Sean M. Sherry. And second, Merlin Susan Cherian. Third, essay writing. Again, we have the same result. Sean Mariam Sherry secured the first position. On her behalf, Shiny Andy is taking all the trophies on her behalf. And second, we have Merlin Susan Cherian. Now, I would request all the Sunday school students to come forward, as it was an immense pleasure for us to be the face in digestion level, as Sean M. Sherry secured this prize which is here. I request all the Sunday school students along with the teachers to please come forward, and Achal will hand over the trophy to the smallest child here. Please come forward, everyone. I request all the Sunday school students as well as the teachers to come forward to be part of this immense trophy, the ever-rolling trophy. Everyone, I request the teachers to be here. Ready, smile. Thank you, everyone. And it was Achal's own discretion to send so many students to Delhi. It was a big expense, but it was Achal's motivation and gratitude that we all went to Delhi Diocese, as well as our teachers who accompanied them, Kochamani, Shiny Andy and Shiva Ali, and the other teachers who motivated and encouraged the students. Acha, I request you to be here. We have still more prizes. Now the main prizes which come here is the toppers for class 10th and 12th. We have for class 12th boards and 10th, we have Saji Shamal Memorial Cash Award to be represented to class 12th and 10th student. We have one each from class 10 and 12. For class 12th, we have Sheba Rachel Biju securing 86% out of best of 4. Sheba is not here. I can request either the St. George Prayer Group Secretary to collect in favor of Sheba. We can give her this next week if she comes. Sheba Rachel Biju securing 86% in class 12. Please give a big round of applause. Remembering Sheba in your mind. And in class 10 we have Merlin Susan Cherian, the anchor of our today, securing 84.2%, sorry, 87.2% in class 10 of best of 5. Now, the most awaited, but not so awaited, to the teachers of Sunday school. This is the award for their taking their time out of their daily schedule, waiting here with the students, indulging them in the spiritual activities. I would request all the teachers to come forward. Please come forward. I'll not take the names, you know it. Please come forward. Kocham Andy, Shiny Andy, Shiva Andy. If I forget the names, please. Grishma, Hannah is here. Sean is not here, so again Andy will be taking. And me myself, I am standing here. I request all the teachers to please come forward. Shiny Andy, Sean, again Shiny Andy, then Shiva Jechi. Please give a huge round of applause. The spiritual growth of our students rests in their hands. Our beloved Kochama, Grishma, Hannah, and me myself. So with this, we come to the conclusion of our parish day with all the prizes distributed to our young birds, our teachers, our toppers. If I forget anyone, please forgive me. This was an immense pleasure having our couple celebrating their 25 years of their life. We wish you very good luck for your future endeavors. Along with that, I applaud all audience here
patiently waiting here, encouraging your students, encouraging your children, and it was marvelous performance seeing the youngest child performing. That was Rafaela here. Please give a big round of applause. And I guess Rafaela's sound was coming more than Gabriela. So it was a very good honor for all of us, all our parents here, seeing these young birds practicing, doing the job here. It is giving them confidence not only in the church, but I guess in all their endeavors in their future, school, college, whatever is coming. Right? So a big round of applause. I request all the audience here, all the parents, all our students to give a round of applause to yourself for all the winning capability of yours. Also the teachers here, and especially Achin for his enlightenment to all the events, all the cultural activities, all the Sunday school activities, Mathamas Mahajam, even the prayer groups. It is Achin whose initiative is behind everything. So lastly, I would like everyone to give a huge round of applause to Achin for his initiatives. Thank you. We thank Almighty God for His guidance, our Achin for His spiritual leadership, and our guests for their presence, and all performers for their dedication, organizers for their tireless efforts, and every parish member who contributed to the success of the celebration. To express our sincere thanks, I would invite Mr. John Uncle for the vote of thanks. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പ്രൈസ് കിട്ടി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസരമാണ്. ബഹുമാനപ്പെട്ട ഇടവ വികാരി ജെസിൻ ജോസഫ് അച്ഛൻ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന സിബൻ എ സി കുടുംബവും, ഇവിടെ സ്ഥിതരായിരിക്കുന്ന ഇടവക അംഗങ്ങളെ, ദൈവാനുഗ്രഹത്താൽ നമ്മുടെ 63ാമത് ഇടവക ദിനം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ഇടവക ദിനം ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ ഇടവകയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ആൾക്കാരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. അവരുടെ കഷ്ടപ്പാടിൻ്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള കാഴ്ചപ്പാടിൻ്റെയും ഒക്കെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അതൊരിക്കലും നമ്മൾ മറന്നുകൂടാം, പ്രത്യേകിച്ച് പുതിയ തലമുറ. ഇന്നത്തെ ഈ ഇടവക ദിനം ഇത്രയും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് പരിശ്രമിച്ച് അത് വിജയിപ്പിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഇന്ന് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മുടെ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജെസിൻ ജോസഫ് അച്ഛൻ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ തന്നെ നിന്ന് നേതൃത്വം കൊടുത്ത് ഓരോ കാര്യങ്ങളും വിജയിപ്പിക്കുന്ന അച്ഛനോടും കൊച്ചമ്മയോടുമുള്ളതായ ഇടവകയുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അടുത്തതായിട്ട് കഴിഞ്ഞ അധ്യയന വർഷത്തിലെ ക്ലാസ് 10th 12th ക്ലാസ്സായ നമ്മുടെ മെർലിനും ഷേബയും അവരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം അവർക്ക് ക്യാഷ് അവാർഡ് നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച ഡോക്ടർ ഷിവ സജി സാമുവലിനോടുള്ളതായ നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു. അടുത്തത് വളരെ കുറച്ച് ദിവസത്തെ പരിശീലനമേ ലഭിച്ചുള്ളെങ്കിൽ തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയുണ്ടായി. അവരെയും അവർക്ക് അതിനുവേണ്ടതായ പരിശീലനം നൽകിയ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടുള്ളതായ നന്ദിയെ ഈ അവസരത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ മർത്തമറിയൻ സമാജ അംഗങ്ങൾ അവരുടെ സെക്രട്ടറിയുടെ അഭാവത്തിലും നല്ലൊരു പാട്ട് നമുക്കായിട്ട് പാടി ഇവിടെ അവതരിപ്പിച്ചതിൽ അവരോടുള്ളതായ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായിട്ട് വളരെ നല്ല രീതിയിൽ ആങ്കറിംഗ് നടത്തിയ നമ്മുടെ മെർലിൻ സുസൻ ചെറിയാനും അന്ന മരിയ ജെസും അവർക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരെ അതിനെ പ്രാപ്തരാക്കിയ സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ശ്രീ സുമിത് തോമസിനോടുള്ളതായ നന്ദി അറിയിച്ചു കൊടുക്കുന്നു.
അടുത്തതായിട്ട് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടി, എല്ലാവരും വളരെ ഹാപ്പിയാണ്. പക്ഷെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേരുണ്ട്. ഒന്ന് നമ്മുടെ ബിനു ചെറിയാനും തോമസ് തരകനും. ഒത്തിരി ബുദ്ധിമുട്ടിയാണ്, ഒരു ദിവസം മെനക്കെട്ടാണ് ചെറിയ ട്രോഫികളും കാര്യങ്ങളൊക്കെ അവർ തയ്യാറാക്കിയെടുത്തത്. അവരോടുള്ളതായ ഇടവേള നന്ദിയും അറിയിച്ചു. നമ്മൾ ഓരോ പരിപാടി കഴിയുമ്പോഴും വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സെർച്ച് ചെയ്യും. എന്തിനാ ബിജു ആ എടുത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ നോക്കുന്ന പലരുമുണ്ട്. അത് കിട്ടിയില്ലെന്ന രീതിയിൽ വിളിച്ചു വയ്ക്കും, ബിജു കിട്ടില്ലയോ. അപ്പോൾ ഇതത്ര നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. ബിജു അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്ത് ഇച്ചിരി സമയമെടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാ പരിപാടിയുടെ പ്രോഗ്രാമുകളും വീഡിയോ ഒക്കെ എടുത്ത് അത് അപ്ലോഡ് ചെയ്യുന്ന ബിജുവിനുള്ളതായ പ്രത്യേകമായ ഇടവേള നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി പറയാനായിട്ടുള്ളത് എൻ്റെ സഹപ്രവർത്തകരായ നിങ്ങളോടാണ്. ഇത്രയും ക്ഷമയോടെ ഇത്രയും നേരം കൊണ്ടിരുന്ന് ഈ പരിപാടി വിജയിപ്പിച്ച നിങ്ങളോട് നന്ദി പറയുന്നതോടൊപ്പം ഇന്നത്തേക്ക് നമുക്കുള്ളതായ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ശിവ സജി സാമ്പനും കുടുംബമാണ്. അവരോടുള്ളതായ നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവരും ലഞ്ചിന് ശേഷം പോകുമെന്ന് പ്രേക്ഷക സെക്രട്ടറിമാര്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇതിലൂടെല്ലാം ഉള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും ലഞ്ചിന് ശേഷമേ പോകാമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. With this, we come to the conclusion of the 66th Parish Day celebration. May God continue to bless our parish. I will now invite Anthony for the closing prayer. എല്ലാവരോടുള്ള നന്ദി. പ്രത്യേകിച്ച് ഇടവയുടെ ട്രസ്റ്റി ഇന്ന് സംഗീതനല്ല, അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ട് എന്ന് നേരത്തെ അറിയിച്ചു. ഇതിൽ അദ്ദേഹത്തിന്റെ മനസ്സിവിടെയാണ്. സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനകളുടെ ഭാരവാഹികൾ, പ്രയർ ഗ്രൂപ്പ് സെക്രട്ടറിമാർ, പ്രത്യേകിച്ച് ഇന്ന് 25 വർഷം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവരോടുള്ള സന്തോഷവും സ്നേഹവും, കുഞ്ഞുങ്ങളോട് പ്രത്യേകിച്ച് അധ്യാപകരോട് എല്ലാവരോടുള്ള സന്തോഷവും സ്നേഹം അറിയിക്കുന്നു. ഇടവയുടെ പാരിഷ് ഡേ ഏറ്റവും മനോഹരമാക്കുന്നതിൽ നിങ്ങളുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമുക്ക് ആഹാരം ഒരുക്കിയിട്ടുണ്ട്. അത് ഇന്ന് ഒരുക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട ശിവയോടുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ ടൗണുകളാണ് കാര്യങ്ങളെല്ലാം എല്ലായ്പ്പോഴും ക്രമീകരിക്കുന്നത്. നിങ്ങളോടുള്ള നന്ദി സ്നേഹം. ഈ പ്രത്യേകിച്ച് ഈ പാരിഷ് ഡേ ആദ്യം മുതൽ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവരെ നവീനതായി പ്രിയപ്പെട്ട സുവിനെ ചുമതലപ്പെടുത്തി രണ്ടുപേരോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായിട്ട് എഴുതാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹം, ഏകജാതനായ പുത്രൻ തമ്പുരാനെ അവിടുത്തെ കൃപ, പരിശുദ്ധ റൂഹായാം ദൈവമേ അവിടുത്തെ ആവാസം അടിയങ്ങളെല്ലാവരോടും നാഥ ഇടവയോട് പരിശുദ്ധ പരിമല മാർ ഗ്രിഗോരിയോസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദേവാലയത്തോട്, ഈ ദേവാലയത്തിലെ പ്രിയപ്പെട്ടവരായ എല്ലാവരോടും കൂടെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് സ്വന്തം സ്ഥലത്തേക്കൊക്കെ മാറിപ്പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. വാങ്ങിപ്പോയ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥം, മാർത്തോമാസ്ലിഹായുടെ, മോർ ഗീവർഗീസ്വരുടെ, പരിമല മാർ ഗ്രിഗോരിയോസിന്റെ, മാർ ദിവനാസ്യോസിന്റെ, ബസീലിയോസ് ബാബയുടെ, ശേഷം സർവശക്തിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന മധ്യസ്ഥകളാൽ തന്നെ